എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധു മോഹനൻ. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് കുറച്ച് വീഡിയോകളിൽ വാഴയും വാഴപ്പിണ്ടിയെ പറ്റിയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോയ നിങ്ങളെല്ലാവർക്കും വളരെയധികം നന്ദി. ഞാൻ ഈ അവസരത്തിൽ ആദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഈ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ എന്തോ ഒരു വിഷമം പോലെ തോന്നി. അപ്പം ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലയോ താമസിക്കുന്നത് എന്ന് വരെയുള്ള നല്ല കമൻറ്റുകളാണ് എനിക്ക് വന്നത്. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞ സംഭവം അനുസരിച്ച് നിങ്ങളിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ വാഴപ്പിണ്ടി കൊണ്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ കഴിയും, അത് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാമോ? ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു സലാഡ് അതിവിശിഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രുചിയുള്ളൊരു സാധനം. നിസ്സാരമായ വാഴപ്പിണ്ടി കൊണ്ട് ഇങ്ങനെ അത്ര മഹത്തരമായ ഒരു സംഭവം, ഒരു ലളിതമായ ഒരു സാധനം, അത്ര രുചിയുള്ളൊരു സാധനം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായപ്പം അത് നിങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. അതുകൊണ്ട് അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സമയം സന്ധ്യാസമയമാണ്. അതുകൊണ്ട് വലിയ പ്രകാശമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ സാധനമൊക്കെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് സാധനമൊക്കെ ഒരുക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അല്പം താമസിച്ചു പോയി. ഇച്ചിരി സന്ധ്യയായി വരുന്നു. അതുകൊണ്ട് ഇത്തിരി പ്രകാശക്കുറവ് കാണും. എങ്കിലും നിങ്ങൾ എന്നോട് സഹകരിക്കുക. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ പഴയ വാഴപ്പിണ്ടി, അതേ തരത്തിലുള്ള വാഴപ്പിണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്. അതിൻ്റെ കൂടെ താണ്ട നമ്മുടെ ആ വാഴപ്പിണ്ടി ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞതാണ്ട് ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് സവാള അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി വേണം, അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്, അരിഞ്ഞത്, കൊത്തി അരിഞ്ഞ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പിന്നെ വേണ്ടത് നാരങ്ങ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് തൈര് വേണം. അപ്പോൾ തൈരോ നാരങ്ങയോ നമുക്ക് ഏതെങ്കിലും രണ്ടിലൊന്ന് ചേർത്താൽ മതി. പക്ഷെ അതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു സാധനം വിട്ടുപോകാത്തത് ഉപ്പാണ്. അതിലേക്ക് നമുക്ക് ഈ വാഴപ്പിണ്ടികൾ ഇട്ടു. ആ വാഴപ്പിണ്ടിക്ക് നന്നായിട്ട് നമുക്ക് ഉപ്പ് പിടിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുപ്പ്, ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഞാൻ കുറച്ചുപ്പിടുകയാണ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിടുക. വാഴപ്പിണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പും എരിവും ഒന്നും ഉള്ള സാധനമല്ല. അതുകൊണ്ട് കുറച്ചിട്ടു. അതിനെ നന്നായി ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ കൈകൊണ്ട് ഇളക്കുകയാണ്. നിങ്ങളിപ്പോൾ എങ്ങനെ ഇളക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിനെ കൈകൊണ്ട് ഇളക്കി അതിൻ്റെ എല്ലാ ഭാഗത്തും ചേരണം. ബാക്കിയുള്ളത് നമ്മൾ നാരങ്ങാനീര് വീഴുമ്പോൾ അതിനകത്ത് ചേരും. അതുകൊണ്ട് ഞാൻ ഒരല്പം നാരങ്ങാനീര് അതിനകത്തോട്ട് ചേർക്കുകയാണ്, ആ ഉപ്പ് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അതല്ല തൈരാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാം. ഞാൻ അല്പം നാരങ്ങാനീര് അതിനകത്ത് ചേർത്തു. അപ്പോൾ ആ ഉപ്പ് അലിഞ്ഞ് അതിൽ പിടിക്കും. ഇനി ഇതിനകത്തേക്ക് ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് മതി കേട്ടോ, എരിവ് ആവശ്യമനുസരിച്ച് മാത്രം കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ ഒരു രുചി മണം വരാൻ വേണ്ടി മാത്രം. പിന്നെ കുറച്ച് ഇഞ്ചി, നമ്മൾ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി അതിനൽപ്പം ചേർത്ത്. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, അരിഞ്ഞു വെച്ച ക്യാരറ്റ്. ഇനി അതിൽ വേണ്ടത് നമുക്ക് കുറച്ച് സവാളയാണ്. സവാളയും നമ്മളതിലിട്ട്. ഇനി തൈരും നാരങ്ങയും കൂടെ വേണ്ടവർക്കാണെങ്കിൽ തൈരും നാരങ്ങയും കൂടെ ചേർക്കാം. അതല്ല നാരങ്ങ മാത്രം മതിയെങ്കിൽ നാരങ്ങ മാത്രം ചേർക്കാം. രണ്ടും കൂടെ ചേർന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, രണ്ടും രുചി തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനം ആയതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്, ഒരല്പം. ഞാൻ ആദ്യം വാഴപ്പിണ്ടിക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ, ബാക്കിയുള്ളതിനിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ചേർത്തു. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ഈ വാഴപ്പിണ്ടി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കണം. വാഴപ്പിണ്ടിയാണെന്ന് പറയത്തില്ല കേട്ടോ. അത് എന്താണ് സാധനമെന്ന് ചോദിച്ചാൽ ശരിക്കും പറയാനേ കഴിയില്ല. അതിൻ്റെ ഒരു രുചി ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് പരിചയം ഉള്ള ഒരു അതിഥി നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വലിയ കഷ്ണമല്ല, ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് നമ്മളൊരു സലാഡ് ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹം ചോദിക്കും, ഇത് എന്താണ് സാധനമെന്ന്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം ഞങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ
മറുപടിയായി ഞങ്ങൾക്ക് തന്ന ആ ജെ പൊല്യൂഷൻ ആരാണെന്നറിയില്ല, ആ ഒരു വ്യക്തിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരം. ഇത്രയും നല്ലൊരു ഐഡിയ അദ്ദേഹം പറഞ്ഞു തന്നതിന് വളരെ വളരെ സന്തോഷം. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അടിപൊളി സംഭവമായത്. അപ്പോൾ എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.